Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Okay. Good afternoon, Miss. Good afternoon. Introduction എല്ലാരും വായിച്ചോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? വായിച്ചു. ഡൗട്ടൊന്നുമില്ലല്ലോ? വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ? പഠിക്കാൻ പറ്റുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് മിസ്. ഓക്കെ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ. നമ്മുടെ അടുത്ത ചാപ്റ്റർ എടുക്കാനായിട്ട് ഞാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ലെസണും എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട്. ചാപ്റ്റർ 3 ആണ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് പേര് പോലെ തന്നെ, അതായത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങള്, നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയും, അതായത് PDF-ലുള്ള കാര്യങ്ങളെക്കാളും കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയും. കേട്ടിരിക്കാൻ, നിങ്ങൾ എഴുതിയെടുക്കണം യാതൊരു നിർബന്ധമില്ല, എക്സാമിന് ഉണ്ടാവില്ല അതൊന്നും. എന്നാലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചികിത്സാ രീതികളെ കുറിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു അവയർനെസ് കിട്ടാൻ തക്ക രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കേട്ടിരിക്കുക കേട്ടോ. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് എങ്കിലും ഉണ്ടായിരിക്കണ്ടേ. നമ്മുടെ PDF-ൽ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എഴുതിയെടുക്കണം എന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആണോ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നോക്കി നിങ്ങള് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മുടെ പരമ്പരാഗത ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ഇന്ത്യ, ബിസൈഡ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Okay. പറഞ്ഞു നമ്മുടെ പണ്ട് കാലത്തെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആദ്യം തന്നെ നോക്കി, അതായത് മോഡേൺ മെഡിസിൻ നിലനിന്നിരുന്ന കാലത്ത് പോലും ട്രഡീഷണൽ ഹെൽത്ത് പ്രാക്ടീസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആര്? നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു? അതായത് ഇംഗ്ലീഷ് മരുന്നുകൾ നിലനിൽക്കുമ്പോൾ പോലും അതിന് പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടില് ഫോളോ ചെയ്ത് വന്നിരുന്നു. അപ്പൊ അതിന് എന്താണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ് ആയുർവേദ. അപ്പോ കുറച്ച് എന്താ പറയാ ട്രഡീഷണൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് മരുന്നുകളോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ പല പ്രാക്ടീസും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് ആയുർവേദ. ആയുർവേദ എന്ന് പറയുന്നത് ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലെ. ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആയുർവേദിക് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അപ്പൊ ആയുർവേദ, അതുപോലെ തന്നെ യോഗ, പിന്നെ യുനാനി. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുനാനി മെഡിസിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. ഹോമിയോ മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, അധികം ഇമ്പാക്ട് ഒന്നും ഇല്ലാത്ത തരം മെഡിസിൻസ് ആണെന്ത് ഹോമിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അലോപ്പത്തിക് മെഡിസിൻ, അതായത് ഇംഗ്ലീഷ് മെഡിസിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോന്നിരുന്ന മറ്റ് ചില സിസ്റ്റംസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ രീതികളാണെന്ത്? ആയുർവേദയും യോഗയും, യുനാനിയും, സിദ്ധയും, ഹോമിയോപ്പതിയും, നാച്ചുറോപ്പതിയും.
ഓക്കെ, അതിന്റെ ബ്രാക്കറ്റില് ആയുഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആയുഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആയുഷ് എന്ന് പറയുന്നത് ഒരു മന്ത്രാലയമാണ് അല്ലെ. ആയുഷ് മിനിസ്ട്രി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ആയുഷിന്റെ അണ്ടറിലാണ് ആയുർവേദയും യോഗയും യുനാനിയും സിദ്ധയും ഹോമിയോപ്പതിയും നാച്ചുറോപ്പതിയും ഒക്കെ വരുന്നത്. അതാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പോ ഈ ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയം നിലവിൽ വന്നത് നവംബർ 2014 ക്ലിയർ ആവുന്നില്ല? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ മോഡേൺ മെഡിസിൻ നിലനിൽക്കുന്ന കാലത്ത് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റത്തിന് അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ട്രഡീഷണൽ മെഡിസിൻസിന് ഉദാഹരണങ്ങളാണ് ആയുർവേദ, അതുപോലെ തന്നെ യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഈ 5 കാര്യങ്ങളും വരുന്നത് ആയുഷ് മന്ത്രാലയത്തിന് കീഴിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ പേര് വായിച്ചാൽ തന്നെ മനസ്സിലാവും ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ, ആയുർവേദയുടെ എ എടുത്തിട്ടുണ്ട്, യോഗയുടെ യു എടുത്തിട്ടുണ്ട്, യുനാനിയുടെ യു എടുത്തിട്ടുണ്ട്, അതുപോലെ സിദ്ധയുടെ എസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഹോമിയോപ്പതിയുടെ എച്ച് എടുത്തിട്ടുണ്ട്. ഈ 5 വേർഡുകളിൽ നിന്നാണ് ഈ ആയുഷ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു പേര് ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പോ ഈ ഒരു ചികിത്സാ രീതികൾക്കൊക്കെ അല്ലെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു മിനിസ്ട്രിയാണ് എന്ത്, ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രി അല്ലെങ്കിൽ ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയം എന്ന് പറയുന്നത്. 2014 ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയം അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രി നിലവിൽ വന്നത്. അതുപോലെ തന്നെ പേരെടുത്തിട്ടുള്ളത് ഈ 5 ചികിത്സാ രീതികളുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ആയുഷ് എന്ന് പറയുന്ന ആ ഒരു പേര് ഒരു ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഓരോന്നിനെ കുറിച്ച് ഷോർട്ട് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങള്. ആയുർവേദയെ കുറിച്ചിട്ടാണ് 2014 നവംബറിലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ആയുർവേദം നോക്കിയാൽ നിങ്ങള്. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദയുടെ മീനിങ് വരുന്നത് കേട്ടോ. ജീവിത ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് ആയുർവേദയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത്. സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് and treatment based all aspects of well-being, mental, physical and spiritual. അതായത് ആയുർവേദ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ഒരു രോഗത്തിന്റെ എല്ലാ തരത്തിലുമുള്ള കാരണങ്ങൾ, കോസസ്, അതുപോലെ തന്നെ സിംറ്റംസ്, ലക്ഷണങ്ങൾ, then ഡയഗ്നോസിസ്, രോഗനിർണയം, ട്രീറ്റ്മെന്റ്, ചികിത്സ എന്നിങ്ങനെ ഒരു രോഗത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പഠിക്കുന്നതാണ് എന്ത്, ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രോഗം വന്നു കഴിഞ്ഞാല് ആ രോഗത്തിന്റെ കോസസ്, കാരണങ്ങൾ എന്താണ്, അതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്താണ്, അതുപോലെ ഡയഗ്നോസിസ്, എങ്ങനെയാണ് രോഗനിർണയം, then ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം കാര്യങ്ങളും അതിന്റെ എല്ലാത്തരം വശങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത്, ആയുർവേദ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു നോട്ടിൽ, നമ്മുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിസ്റ്റം ഡീൽസ് വിത്ത് ദ കോസസ്, സിംറ്റംസ്, diagnosis and treatment based on all aspects of well-being, mental, physical and spiritual. അതായത് മാനസികപരമായിട്ടും അതുപോലെ ശാരീരികപരമായിട്ടും ആത്മീയപരവുമായിട്ടുള്ള എല്ലാത്തരം വശങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത്, ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട ഞാൻ അതായത് ഈ PDF-ലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വെറുതെ നമ്മളിത് വായിച്ചു പോകുന്നത് ഒരു രസം, ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ. ആയുർവേദ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കാര്യം മാത്രമല്ലല്ലോ, അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ആരും നോട്ടൊന്നും എഴുതി എടുക്കണ്ട. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആരും ഇതിന്റെ നോട്ടൊന്നും എഴുതി എടുക്കണ്ട കേട്ടോ. ഓക്കെ, കാര്യങ്ങൾ മാത്രമാണ് എക്സാമിന് വരിക. പിന്നെ ഞാനിത്
ഒന്ന് അതായത് നമുക്കിത് ഓർത്തിരിക്കണം, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആയുർവേദ എന്ന് പറയുന്നത് ജീവിതശാസ്ത്രമാണ്. ആയുർവേദം എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ നാട്ടില് വന്നിട്ട്, നമ്മുടെ ഇന്ത്യയില് വന്നിട്ട് 5000 വർഷം പഴക്കമുണ്ട്. 5000 വർഷത്തോളം പഴക്കമുള്ള ഒന്നാണിത് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 കണ്ടൻസ് അല്ലെങ്കിൽ 5 എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയും. അതിന്റെ ചികിത്സാ രീതി വരുന്നത് അങ്ങനെയാണ്. പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതിനകത്ത് എർത്ത് ഉണ്ട്, അതുപോലെ സ്പേസ് ഉണ്ട്, എയർ ഉണ്ട്, ഫയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇതിനെയാണ് പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ബോഡിയില് 3 കണ്ടന്റ് ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ 3 എലമെന്റ്സ് ആയിട്ടാണ് അത് വരുന്നത്. അതിൽ 3 എണ്ണമാണ് വാത, പിത്ത, കഫ. കേട്ടിരിക്കാട്ട് എഴുതി ഒന്നും എടുക്കണ്ട. വാത, പിത്ത, കഫ. ഓക്കെ, അപ്പൊ ഈ 3 എലമെന്റ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അത് 5 എലമെന്റ്സിന്റെ ക്രിയേഷൻ ആയിട്ടാണ് ഈ 3 എലമെന്റ്സ് എന്ത് വരുന്നത് നമ്മുടെ ബോഡിയിൽ വരുന്നത്. അപ്പൊ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണ് നോർമൽ അല്ലാതിരിക്കുക. ഓക്കെ, അതായത് ഒരു ഇക്വിലിബ്രിയം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ഏതാണ്? വാത, പിത്ത, കഫ. ഈ 3 ഫോമിൽ എന്തുണ്ട് നമ്മുടെ ശരീരത്തിൽ? ഈ 3 ഫോം ഉണ്ട്. ഈ 3 ഫോമിൽ എന്തുണ്ടാവും? വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വാദം ഉണ്ടാവാം, അല്ലെങ്കിൽ പിത്തത്തിന്റെ കുറവുണ്ടാവാം, അല്ലെങ്കിൽ കഫത്തിന്റെ കൂടുതൽ ഉണ്ടാകാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? രോഗം ഉണ്ടാകുന്നു എന്നാണ് ആയുർവേദ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവരെന്ത് കൊടുക്കുന്നത്? ആയുർവേദത്തില് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സാധാരണയായിട്ടും പ്ലാന്റ്സ് ഉപയോഗിച്ച്, അതായത് സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആയുർവേദത്തിന്റെ ചികിത്സയില് മരുന്നുകള് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത് ആയുർവേദയെ കുറിച്ചിട്ട്? ഞാൻ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ സിദ്ധ സിസ്റ്റം വരുന്നുണ്ട്. സിദ്ധ സിസ്റ്റത്തില് നമ്മുടെ PDF ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത് കേട്ടോ. 5 എലമെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതാസനെയാണ്. അത് നമ്മുടെ ബോഡിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള 3 കണ്ടന്റിലാണ്. ഒന്ന് വാത, ഒന്ന് പിത്ത, മറ്റൊന്ന് കഫ. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായാലാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ആയുർവേദത്തിലെ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, അതായത് മരുന്നുകളായിട്ട് എടുക്കുന്നത്. സസ്യങ്ങളൊക്കെയാണ് മരുന്നുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത്രയും ഉള്ളൂ ആയുർവേദ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേതാണ് യോഗ. യോഗ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് യോഗനെ കുറിച്ചിട്ട്. യോഗ ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട് that promotes healthy living physically, mentally, morally and spiritually. യോഗ എന്ന് പറയുന്നത് 2 ഇതിൽ നമുക്ക് പറയാം. ഒന്ന് യോഗയെ സയൻസ് ആയിട്ട് പറയാം, അതൊരു ശാസ്ത്രമാണ്. 2 എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ്, ആർട്ട് ഫോമാണ്, അതൊരു കലയുമാണ് അല്ലെ. യോഗാഭ്യാസം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എന്ത് നടത്താറുണ്ട്? യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇക്കൂട്ടത്തില് കുറച്ചു പേരെങ്കിലും യോഗ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യോഗ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. നമുക്ക് ധാരാളമായിട്ട് കുറേയധികം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അത്. ഓക്കെ, ഇതൊരു ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ് ഈ യോഗ എന്ന് പറയുന്നത് കേട്ടോ. ആളുകൾ യോഗയ്ക്ക് വരുന്നത് ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, മറിച്ച് കുറേയധികം രോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കുറേയധികം ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസുകളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? യോഗയെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആസനങ്ങളുണ്ട് അല്ലെ. ശവാസനമൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. പലതരത്തിലുള്ള ആസനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ്, തൈറോയിഡ് പ്രോബ്ലംസ്, ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കും? യോഗ കൊണ്ട് സാധിക്കും. അപ്പൊ യോഗ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, ദെൻ അതൊരു ആർട്ട് കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്തി ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്,
ഫിസിക്കലി മെന്റലി ഉള്ള ഒരു ഹാപ്പിനെസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? യോഗ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് യോഗനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് നേരം തരാം, അപ്പൊ ചോദിച്ചാൽ മതി. ദെൻ മൂന്നാമത്തേതാണ് യുനാനി സിസ്റ്റം. യുനാനി സിസ്റ്റം നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഫെമിലിയർ അല്ലായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യുനാനി പറയുന്നത്. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ഫൈറ്റ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. അതായത് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് രോഗങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ ചികിത്സ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമാണ് നമ്മുടെ PDF കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ യുനാനിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. യുനാനിയുടെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, ഹിപ്പോക്രാറ്റസ് ആണ് യുനാനി മെഡിസിന്റെ ഫാദർ എന്ന് പറയുന്നത്. അദ്ദേഹം ഗ്രീക്കിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫർ ആണ് ആര്? ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഐതിഹ്യം, ഈ യുനാനി മെഡിസിന്റെ ഒരു ഐതിഹ്യം നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടോ? യുനാനി മെഡിസിൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നതെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ, അതായത് ഹിപ്പോക്രാറ്റസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് പറയാം കേട്ടോ. അറിയാനായിട്ട് ആഗ്രഹമില്ലാത്തവരുണ്ട്. ഓക്കെ, എന്നാലും പറയാം. അതായത് ഹിപ്പോക്രാറ്റസ് ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ചികിത്സ നടത്തിയിരുന്നെന്ന് പറഞ്ഞാല് പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു. അതായത് ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഈ രാജാക്കന്മാരെ പോലെ തന്നെ ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ കൈമാറി വരുമല്ലോ. അതായത് ഏറ്റവും മുതിർന്ന ആള്, അയാൾ മരിച്ച അയാളുടെ മകൻ, പിന്നെ പേരക്കുട്ടി, അങ്ങനെയാണ് ചികിത്സ നടത്തിയിരുന്നത്. ഡോക്ടേഴ്സ് എന്ന് പറയാനായിട്ട് ഒരു വീട്ടിൽ തന്നെയുള്ള പലതരം ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തില് അവിടെ ചികിത്സ നടത്താനായിട്ട് അനുവാദം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പാരമ്പര്യ വൈദ്യന്മാർക്കായിരുന്നു. ഒരു വൈദ്യൻ മരിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ മകൻ വൈദ്യനാകുന്നത് വരെ ആളുകൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ ഇതുമൂലം പല ആളുകളും എന്തുണ്ടായി? മരിക്കാനിടയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇതിന് ഒരു പുതിയൊരു ഇത് കണ്ടുപിടിക്കണം എന്ന രീതിയിൽ ഹിപ്പോക്രാറ്റസ് എന്ത് ചെയ്തു? അവിടെയുള്ള ധാരാളം ചെറുപ്പക്കാരെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്തു? വൈദ്യം പഠിപ്പിക്കാനായിട്ട്, അതായത് ചികിത്സ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചികിത്സാ രീതിയാണെന്ത്? യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, ഹിപ്പോക്രാറ്റസ് കൊണ്ടുവന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി. ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ യുനാനി സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ശരീരത്തില് 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആയുർവേദ അനുസരിച്ച് ഞാൻ പറഞ്ഞു 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ യുനാനി സിസ്റ്റം അനുസരിച്ച് 4 കമ്പോണൻസ് ആണ്. അതിനകത്ത് ഒന്നാണ് ബ്ലഡ്. 2 ബ്ലഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രക്തം. ഓക്കെ, ഫ്ലം എന്ന് പറഞ്ഞാല് കഫം. പിന്നെ ഒന്ന് ബൈല് എന്ന് പറഞ്ഞാല് പിത്തം. ഓക്കെ, ബ്ലാക്ക് ബൈല്, കറുത്ത പിത്തം. അങ്ങനെ 4 കമ്പോണൻസ് എന്തുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. അടിസ്ഥാനപരമായും ഈ 4 ഘടകങ്ങളുടെ അളവിലോ അതുപോലെ തന്നെ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും? രോഗമുണ്ടാവും തന്നെയാണ് യുനാനിയും പറയുന്നത്. അപ്പൊ ആയുർവേദത്തിലെ 3 കമ്പോണൻസിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലാണ് രോഗം ഉണ്ടാകുന്നത്. യുനാനിയിലേക്ക് വരുമ്പോൾ 4 കമ്പോണൻസ്, അതായത് ബ്ലഡ് ഉണ്ട്, ഫ്ലം ഉണ്ട്, ബൈൽ ഉണ്ട്, ബ്ലാക്ക് ബൈൽ ഉണ്ട്. ഇതിൽ 4 എണ്ണത്തിലും എന്തെങ്കിലും ഉണ്ടാകുന്നു? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ നമുക്ക് രോഗം വരുന്നു. ദാറ്റ് ഈസ് യുനാനി സിസ്റ്റം. ഓക്കെ, ഞാൻ ഇതിന്റെ പിക്ചേഴ്സ് ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നിന്റെയും, അത് ലാസ്റ്റ് കാണിച്ചു തരാം. ദെൻ അടുത്തതാണ് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം നമുക്ക് നോക്കാം. The Siddha system attempts to define diseases of the condition in which the normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആയുർവേദം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു വരാൻ കാരണം സിദ്ധയിൽ നമ്മൾക്ക് ഇങ്ങനെ വായിച്ചാല് എന്താണ് എലമെന്റ്സ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിനകത്ത് PDF കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സിദ്ധ സിസ്റ്റം ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്.
ഓക്കെ, തമിഴ് കൾച്ചർ, അതായത് തമിഴ് കൾച്ചറിലുള്ള ആളുകളാണ് സിദ്ധ എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ സമ്പ്രദായം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. സിദ്ധ പറയുന്നത് എന്ത് തന്നെയാണ്, ആയുർവേദം പറയുന്നത് പോലെ തന്നെ 5 എലമെന്റ്സ് ഉണ്ട് അല്ലെ. 5 എലമെന്റ്സ്, അതായത് സ്പേസ്, എയർ, വാട്ടർ, ഫയർ, അങ്ങനെ 5 എലമെന്റ്സ് ഉണ്ട്. ആ 5 എലമെന്റ്സ് നമ്മുടെ ശരീരത്തില് 3 കമ്പോണന്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നു. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അതായത് ആയുർവേദം പറയുന്ന സെയിം കാര്യങ്ങളാണ് സിദ്ധയും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 എണ്ണത്തില് ഏതെങ്കിലും ഒന്നിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് രോഗം ഉണ്ടാകുന്നതാണ് സിദ്ധ സിസ്റ്റമും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഈ 4 കാര്യവും ഓക്കെ ആണോ? ആയുർവേദ പറഞ്ഞു, യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു, സിദ്ധ പറഞ്ഞു. ഓക്കെ ആണ്. അടുത്തത് നാച്ചുറോപ്പതിയാണ് കേട്ടോ. നാച്ചുറോപ്പതി ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. സിദ്ധ സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ലാസ്റ്റ് മിനിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടി. Naturopathy believes that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. അതായത് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാല് അത് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ കുറേയധികം വിഷപദാർത്ഥങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? മോർബിഡ് മാറ്റർ ഉണ്ട്. മോർബിഡ് മാറ്റർ എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ. ഈ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നീക്കിക്കളയുമ്പോഴാണ് നമ്മൾക്ക് ശരീരസുഖം അനുഭവപ്പെടുക എന്നാണ് എന്ത് പറയുന്നേ? നാച്ചുറോപ്പതി പറയുന്നത്. പലതരത്തിലുള്ള നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇത്തരത്തില് പലതരത്തിലുള്ള നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത വിഷപദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. നീക്കം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് രോഗശാന്തി കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് രോഗമില്ലാതാവും. ഓക്കെ, ദാറ്റ് ഈസ് നാച്ചുറോപ്പതി. ഓക്കെ, ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. ആയുർവേദ പറഞ്ഞു, ദെൻ യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു, സിദ്ധ പറഞ്ഞു, നാച്ചുറോപ്പതി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ആധുനികമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. The modern allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. നമ്മുടെ മോഡേൺ, അതായത് നമ്മുടെ ആധുനികമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഒന്ന് പബ്ലിക് സെക്ടർ, പൊതുമേഖല. പൊതുമേഖല എന്ന് പറഞ്ഞാല് നമ്മുടെ സർക്കാർ ആശുപത്രികള്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ആരോഗ്യ സംവിധാനങ്ങളെയും നമ്മൾ പബ്ലിക് സെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആരോഗ്യ സംവിധാനം പല രീതിയിലുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ, അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ. രണ്ടാമത്തേതാണ് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് സ്വകാര്യ മേഖല. ഓക്കെ, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തുണ്ട്? സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുന്നതാണ് അല്ലെ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രികൾ മാത്രമാണോ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അല്ല അല്ലെ, മറിച്ച് പ്രൈവറ്റ് ആശുപത്രികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നമ്മുടെ കൂട്ടത്തില്. മറ്റൊന്നാണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. എന്താണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്? Informal network of care providers
informal network of care providers who provide care and support to others. Care and support to others without a formal training. Without a formal training. Comma, pay. P-A-Y, pay. Informal providers who provide care and support to others without a formal training, comma, pay. അതായത് ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ലാതെ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിക്കാതെ മറ്റുള്ളവരെ പരിചരിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുക, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. അതായത് ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യാനും അയാളെ കെയർ ചെയ്യാനും മറ്റൊരു കാര്യവും ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമോ അല്ലെങ്കിൽ അയാൾക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അയാളെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് സന്നദ്ധത കാണിക്കുന്ന ആളുകളെയാണ് എന്ത് പറയാ, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് പബ്ലിക് സെക്ടർ, രണ്ട് പ്രൈവറ്റ് സെക്ടർ, മൂന്നാമത്തേതാണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. India's health system can be categorized into 3 distinct phases. ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ് ഇന്ന് ഇക്കാണുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖല വന്നത്, അല്ലെങ്കിൽ ഇക്കാണുന്ന രീതിയിൽ രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നോക്കാം, ഞാൻ പറഞ്ഞു 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഫേസുകളിലായിട്ടാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം ഇന്ന് ഇക്കാണുന്ന രീതിയിൽ ആയിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തേത് നമുക്ക് നോക്കാം. ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947-1983. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1947 to 1983. എന്താണ് പ്രത്യേകത 1947? ചെയ്യാമോ? എന്താണ് 1947ന്റെ പ്രത്യേകത? ഇൻഡിപെൻഡൻസ് അല്ലേ? ഓക്കെ, അതെ, ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് മാത്രമാണോ? ഒരു കൂട്ടർ ഇവിടുന്ന് പോയി. ആരാണ് അവര്? ഒരു കൂട്ടം ആളുകള് ഇവിടെ ഉണ്ടായിരുന്നവര് പോയി. ആരാ? ഇവിടെ ഭരിച്ചിരുന്ന ആളുകൾ ആരാണ് 1947 വരെ? ബ്രിട്ടീഷുകാർ അല്ലെ? ആ, ഓക്കെ. അപ്പോ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ? ആ ഒരു സമയമാണെന്ത് 1947 എന്ന് പറയുന്നത്. അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അതിൽ നിന്നും ഒരു വിഡ്രോവലിന് ശേഷം അല്ലെങ്കിൽ അതിൽ നിന്നൊരു എന്താ പറയാ നമ്മുടെ ഒരു വിമോചനത്തിന് ശേഷം ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു പരിഷ്കരിച്ച
ഒരു സമയമാണെന്ത് ഈ ഒരു 1947 എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നാള് ഇവിടെ മരിച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മള് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ റീഫോം ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു 1947 എന്ന് പറയുന്നത്. അപ്പൊ 1947 to 1983 വരെയാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് എന്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് പോളിസി വാസ് തോട്ട് ടു ബി ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾ. അതായത് ഇന്ത്യയുടെ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള തത്വങ്ങളെ, അതായത് രണ്ട് തരത്തിലുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് രണ്ട് തരം പ്രിൻസിപ്പിൾസാൽ അല്ലെങ്കിൽ രണ്ട് തരം തത്വങ്ങളാൽ രൂപപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ആ രണ്ട് തരം പോളിസി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് none should be denied health care because of the lack of pay. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ രൂപപ്പെടുത്തുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന് രണ്ട് കാര്യങ്ങളിൽ നിർബന്ധം ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് none should be denied health care because of the lack of pay. അതായത് പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അതായത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ധാരാളം ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. ഓക്കെ, നമുക്കറിയാലോ അവരുടെ സ്വഭാവം എന്താണെന്നൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ടാകും. പണം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കിടന്ന് പോവർട്ടി അനുഭവിച്ചിരുന്ന ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ചികിത്സിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ആർക്ക്? സ്റ്റേറ്റിന് നിർബന്ധം ഉണ്ടായിരുന്നു, ഗവൺമെന്റിന് നിർബന്ധം ഉണ്ടായിരുന്നു, പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടുള്ളതല്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, it was the moral duty of the state to provide health care to the people. This phase saw moderate achievements. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾക്കൊന്നും പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരിക്കാം ചിലപ്പോൾ അല്ലേ, അതായത് പോവർട്ടി ആണ് കൂടുതലും ആളുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത്, ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതായത് പണമില്ലാത്തത് മൂലം ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഏത് സർക്കാരാണോ ഭരണത്തിൽ വരുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് ആളുകൾക്ക് സൗജന്യമായിട്ട് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആർക്കും ചികിത്സ നിഷേധിക്കാൻ, പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. രണ്ട്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണത് ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇക്കാലഘട്ടത്തിലാണ് മോഡറേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, അതായത് പുതിയ പുതിയ നേട്ടങ്ങൾ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ തുടങ്ങിയത് ഈ ഒരു 1947 to 83 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ രണ്ട് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്, രണ്ട് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഇയറും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് ഫേസ് എന്നാണെന്ന് ചോദിക്കാം, 1947 to 1983 അതും ചോദിക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983-2000. മൂന്നാമത്തെ ഫേസിൽ ഒരു ഫേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഫേസ് വരുന്നത് 1983 തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഹെൽത്ത് കെയറിൽ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. എ നാഷണൽ പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, അതായത് ദേശീയ ആരോഗ്യ നയം രൂപപ്പെടുത്തി, എപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചു. എന്നാണ് 1983 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈം ചെയ്തു. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, which pronounced clearly the need to encourage private initiative in healthcare service delivery.
The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs, NHPs. Okay. ഇവിടെ പറയുന്നത് അതായത് ഈ ഒരു ഹെൽത്ത് പോളിസി രൂപീകരിച്ചപ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? അതായത് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്, അതായത് സ്വകാര്യ മേഖലയെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മൾ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. അതിനകത്ത് സ്റ്റേറ്റ് ആയിരുന്നു ആദ്യത്തെ ഫേസിൽ, സ്റ്റേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആയിരുന്നു എല്ലാം കൊടുക്കേണ്ടതെങ്കിൽ പിന്നീട് സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയായി. കാരണം എന്താണ്? ആവശ്യത്തിന് ഫണ്ട് ഇല്ലാതെ വന്നു. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? മറ്റുള്ളവരെ, അതായത് പുറത്തു നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പലതരത്തിലുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്. അതായത് ഏതൊരു മേഖലയിലാണെങ്കിലും പ്രൈവറ്റ്, അതായത് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെട്ട വ്യക്തികള് കാര്യമായി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ രാജ്യത്തിന് ഉയരാൻ സാധിക്കുമെന്ന് ആര് കരുതി? സ്റ്റേറ്റ് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിനെയും കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ഈ ഒരു സെക്കൻഡ് ഫേസില് ഗവൺമെന്റ് എന്താ പറയാ, അവര് കുതിരയുണ്ടായി, അല്ലെങ്കിൽ അവരതിന് ഇനീഷ്യേറ്റീവ് എടുത്തു. പ്രൈവറ്റ് സെക്ടറെ കൂടി ആര് ഉൾപ്പെടുത്തി? സെക്കൻഡ് ഫേസില് ഗവൺമെന്റ് ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ എന്താ പറയാ, ഫണ്ട് എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയാ, പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട് ഫണ്ട് കൊടുക്കുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് പ്രൈവറ്റിൽ നിന്നും, സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ അർബൻ, അതായത് നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് അധികമായിട്ട് ഹെൽത്ത് കെയറോ മറ്റൊന്നും അവിടേക്ക് ചെല്ലില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ മികച്ച രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം ഇന്ത്യ പോലുള്ള പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാല് ധാരാളം ഗ്രാമപ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് ധാരാളം ഉണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാല് സിറ്റിയിലോട്ട് വരാനോ സിറ്റിയിലെ ട്രീറ്റ്മെന്റ് എടുക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു ഇതല്ല. അപ്പോ അതിന് എന്താ പറയാ, ഫേവറബിൾ ആയിട്ട് ഇവർ എന്ത് ചെയ്തു? പല പല മെഡിക്കൽ ക്യാമ്പുകളും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ചികിത്സ കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആ ഒരു സ്റ്റേജ് കൂടിയാണ് എന്ത്? സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദേശീയ ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ NHPs, അതായത് NHPs എന്ന് പറയുന്നത് തന്നെയാണ് റൂറൽ ഏരിയാസിലേക്ക് കൂടുതൽ ഹെൽത്ത് കെയർ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മികച്ച ട്രീറ്റ്മെന്റുകൾ ആളുകൾക്ക് റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുതിയ നയം പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ആ ഒരു നയത്തെയാണ് എന്ന് പറയാ ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? ഫസ്റ്റ് ഫേസ് പറഞ്ഞു, സെക്കൻഡ് ഫേസ് പറഞ്ഞു. ഓക്കെയാണ്. തേർഡ് ഫേസ് നോക്കാം നമുക്ക്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000 ആണ്, അതായത് 2000-ന് ശേഷം ഉള്ള ഇതിനെയാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. Witnessing a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of the insurance sector, and the government as a financier. അതായത് ഈ കറണ്ട് ഫേസിൽ നമ്മൾ ഇപ്പോ നേരിടുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണെന്ത്? പോസ്റ്റ് 2000 എന്ന് പറയുന്നത്. ഇതിനകത്ത് ധാരാളം കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. മെയിൻ ആയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് സർക്കാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളും കൂടി കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. സർക്കാരിന് ഒരിക്കലും എന്താ പറയാ കൂടുതൽ ഫണ്ട് എടുത്തിട്ട്
കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാതെ വന്നപ്പോൾ സ്വകാര്യ വ്യക്തികളെ കൂടി ക്ഷണിച്ചിട്ട് എന്ത് ചെയ്തു, രണ്ടുപേരും തമ്മിലുള്ള, നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിലും എന്ത് കൊണ്ടുവന്നു, സ്വകാര്യ വ്യക്തികളെ കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് രണ്ടുപേരും എന്താണ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു പോസ്റ്റ് 2000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ആശയം കടന്നു വന്നിട്ടുള്ള ഒരു സമയമാണിത് ഈ ഒരു പോസ്റ്റ് 2000 എന്ന് പറയുന്നത്. നമുക്കറിയാം പാവപ്പെട്ട ധാരാളം ആളുകളുണ്ട് അല്ലെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പാവപ്പെട്ട ആളുകളുണ്ട്. ഈ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു സർജറി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ പണമില്ലാത്തതുപോലെ ധാരാളം ആളുകൾ അത് ചെയ്യാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരാളും ട്രീറ്റ്മെന്റ് മൂലം ബുദ്ധിമുട്ടരുത്. പാവങ്ങളായാലും അതുപോലെ തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള ആളുകളായാലും രോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഉടനെ സർജറിക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംരംഭം കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം നമ്മുടെ RSBY. ഇപ്പൊ അതുണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിർത്തിവെച്ചേക്കുവാണ്. RSBY എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ, കയ്യിലുണ്ടോ? എത്ര പേർക്ക് കയ്യിലുണ്ട് RSBY? ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കത് പറയാം. RSBY കാർഡ് ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ട്, കയ്യിലുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണത്? അതായത് നമ്മൾക്ക് ആ ഒരു കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് അലോട്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് അലോ ചെയ്തിരിക്കുന്ന ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും, നമ്മളവിടെ ഇൻപേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളവിടെ കിടത്തി ചികിത്സയിലുള്ള ആളാണെങ്കിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ആ ഒരു കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മരുന്നുകളും ട്രീറ്റ്മെന്റും സർജറീസ് ഒക്കെ എന്ത് ചെയ്യാം, ആ കാർഡിലൂടെ നടത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ആര് കൊണ്ടുവന്നു? ഗവൺമെന്റ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സമയമാണിത് പോസ്റ്റ് 2000 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗവൺമെന്റ് ആണ് ആര് ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് പണം നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോ പ്രധാനപ്പെട്ട 3 ഫേസുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോ ഈ ഇയർ ഒക്കെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. തേർഡ് ഫേസ് ഏത് ഇയർ ആണ്, ദെൻ സെക്കൻഡ് ഫേസ് ഏത് ഇയർ ആണ്, സെക്കൻഡ് ഫേസിന്റെ പ്രത്യേകത എന്താണ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി ഇപ്പോഴാണ് വന്നത് 1983, അതൊക്കെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് പോവുക. ഫസ്റ്റ് ഫേസ് ഒന്നും കൂടി പറഞ്ഞു. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് പോളിസി, അതായത് ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പോളിസി കൊണ്ട് ആരോഗ്യ നയം രൂപപ്പെടുത്തിയത് ഫസ്റ്റ് ഫേസിലാണ്. 2 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായത്. ഈ 2 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ആദ്യത്തേത് none should be denied health care because of the lack of pay. അതായത് പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ കിട്ടാതിരിക്കാനായിട്ട് പാടില്ല. എന്തായാലും ചികിത്സ അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ള ഒരു നയം രൂപപ്പെടുത്തിയത് ഫസ്റ്റ് ഫേസിലാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അതായത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത് കൊടുക്കുക, ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണെന്ന് കൂടി പറയുന്നത്. സെക്കൻഡ് ഫേസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1983 to 2000 ആണ്. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു, അതായത് ഒരു ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ച ഒരു ഫേസ് ആണത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. 1983 ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകളെ കൂടി എന്തിനകത്ത് ഉൾപ്പെടുത്തി, ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടുത്തി. നമ്മളിപ്പോ കാണുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ വരാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? 1983 to 2000. ഈ സമയത്താണ് നമ്മളിപ്പോ കാണുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലേക്ക്
വരാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ പബ്ലിക്കിന്റെ, അതായത് ഈ പബ്ലിക് സെക്ടറിന്റെ കയ്യിൽ ആവശ്യത്തിന് പണം, അതായത് സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രൈവറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ആവശ്യത്തിന് പണം സ്വരൂപിച്ചിട്ട് രണ്ടുപേരും കൂടിയാണ് എന്ത് നടത്തിയത്, ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബേസിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലും ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസും ആരംഭിച്ചത് ഈ ഒരു ഫേസിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം, ആ മറ്റേ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, അതിൽ മാം എന്തെങ്കിലും എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് നെറ്റ് ക്ലിയർ ആയില്ല. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല മാം. ഒന്നുകൂടി പറയണോ? ആ മാം. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് network of care providers who provide പറഞ്ഞോളൂ മാം. who provide എഴുതിയോ? എഴുതുന്നുണ്ടോ? ആ മാം. who provide care and support to others. Okay ma'am. Without the formal training, pay. Without the formal training, pay. PAY. Okay ma'am. Example ആയിട്ട് എഴുതാം, family members എഴുതാം. Informal network providers example, family members, friends, neighbors. മാം ക്ലിയർ ആയില്ല. ഫാമിലി മെമ്പേഴ്സ് ടു അതേഴ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി മാം, ക്ലിയർ ആവുന്നില്ല. who provide care and support to others without formal training, pay. Okay, എഴുതിയോ? ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ചോദിക്കാട്ടോ, ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. മനസ്സിലായോ? എടുത്തത് മനസ്സിലായോ? ക്ലിയർ ആണോ? പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാം ക്ലിയർ അല്ലേ? മാം, ആ സിദ്ധ സിസ്റ്റം ഒന്നുകൂടി പറഞ്ഞു തരൂ. എന്താണ് സിദ്ധ സിസ്റ്റം? സിദ്ധ സിസ്റ്റം സിസ്റ്റം എന്ന് പറഞ്ഞാല് തമിഴ് കൾച്ചറിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. സിദ്ധ സിസ്റ്റം അതായത് ആയുർവേദ പറയുന്നത് പോലെ തന്നെ, അതായത് 5 എലമെന്റ്സ്, അതായത് പഞ്ചമഹാഭൂതാസ് ഉണ്ട്. ആയുർവേദം പറഞ്ഞ ആ സെയിം കാര്യത്തിനാണ് ഇവിടെയും പറയുന്നത്. പഞ്ചമഹാഭൂതാസില് 3 ഫോമുകളിലായിട്ടാണ് നമ്മുടെ ശരീരത്തില് കമ്പോണൻസ് കാണപ്പെടുന്നത്: വാത, പിത്ത, കഫ. ഇതിനകത്ത് 3 എണ്ണത്തില് ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് രോഗം ഉണ്ടാകും. അതുപോലെ തന്നെ സിദ്ധ സിസ്റ്റം പറയുന്ന മറ്റൊരു കാര്യമാണ്
ഫുഡാണ് മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ ആണ് ഫുഡ് എന്ന് പറയുന്നുണ്ട്. രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്താ പറയാ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗത്തെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്നത് കൂടി ആര് പറയുന്നുണ്ട്? സിദ്ധാ സിസ്റ്റം പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഇപ്പൊ ചോദിച്ച ആള് സിദ്ധാ സിസ്റ്റം ഓക്കെയാണ് ഓക്കെയാണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇത്ര എടുത്താൽ മതി. ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു സെക്കൻഡ് കേട്ടോ, നിങ്ങൾ പോവല്ലേ. ഞാൻ പിക്ചേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. കിട്ടുന്നില്ല ഇപ്പൊ എടുത്തിട്ട്. ഓക്കെ, ആയുർവേദ, സിദ്ധ, യുനാനിയുടെ ഒക്കെ പിക്ചേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, മൺഡേ കാണാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.